ചെറിയ കുട്ടികൾക്ക് നമ്മൾ മൊബൈലോ ടി വിയോ ഒന്നും കാണിക്കാതെ വേണം ഫുഡ് കൊടുക്കാൻ. അതായത് സ്ക്രീൻ ടൈം ഇല്ലാതെയാണ് ഫുഡ് കൊടുക്കേണ്ടതെന്നാണ് ഡോക്ടേഴ്സ് എല്ലാവരും പറയുക. അതവരുടെ മെൻ്റൽ ഹെൽത്തിനെ ഒരുപാട് ബാധിക്കത്രേ. വെർച്വൽ ഓട്ടിസം വരാനും ചാൻസസ് ഉണ്ട്. അത് ഫുഡ് കൂടുതൽ ഫോൺ കണ്ട വരാവുന്നൊരു പ്രശ്നമാണ്. സോ ഇതൊരു വഴിയാട്ടോ. ഫുള്ളായിട്ടൊന്നും സ്ക്രീൻ ടൈം ഒഴിവാക്കിയൊന്നും നമുക്ക് പറ്റില്ല. പ്രത്യേകിച്ച് ഒരു ഫ്ലാറ്റിലൊക്കെ നിൽക്കുകയാണെങ്കിൽ പിന്നെ പറയും വേണ്ട. പിന്നെ നാട്ടുമ്പുറത്തൊക്കെ ആണെങ്കിൽ കാക്കേനെയും പൂച്ചേനെയൊക്കെ കാണിച്ച് കുറേ നടന്ന് കുറച്ചൊക്കെ കൊടുക്കാം. അപ്പം നമ്മളുടെ ഹെൽത്ത് പോവും. സോ ഒരു പരിധി വരെ ഇങ്ങനത്തെ ടോയ്സൊക്കെ കുട്ടികൾക്ക് കൊടുത്താൽ കുറച്ച് നേരത്തിനൊക്കെ നമുക്ക് അവരെ എൻഗേജ്ഡായി വെക്കാൻ പറ്റും. കുറച്ച് ഫുഡൊക്കെ സ്ക്രീൻ ടൈം ഇല്ലാതെ കൊടുക്കുക. ഞാൻ ഫോൺ ഇടയ്ക്കല്ല കൊടുക്കാറൊക്കെ ഉണ്ട് കേട്ടോ. കാരണം ഫുഡ് എങ്ങനെയെങ്കിലും അവൻ്റെ വയറ്റിലേക്ക് എത്തിക്കണമല്ലോ. ഞാനൊരു ഫ്ലാറ്റിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ആൻഡ് നല്ലതല്ലേ. ബാൽക്കണി ആണെങ്കിൽ പോയി അത് റിസ്ക്കുമാണ്. ഇടയ്ക്ക് സ്നാക്സൊക്കെ ആണെങ്കിൽ ഓക്കെ, ബാൽക്കണിയിൽ നിന്ന് കൊടുക്കാം. അതല്ലാതെ ഇത്രയും ചോറൊക്കെ ആണെങ്കിൽ 1 മണിക്കൂറിലേറെ എടുക്കും അതൊന്ന് ഫുള്ള് അവൻ്റെ വയറ്റിലെത്തിക്കാൻ. 1 മണിക്കൂറിലെ കൂടുതലും ചിലപ്പോൾ ചാൻസസ് ഉണ്ട്. അങ്ങനെയില്ലപ്പോൾ കുറച്ചൊക്കെ ഒരു ഹാഫ് തൊട്ട് സ്ക്രീൻ ടൈം കൊടുക്കും. പക്ഷെ നല്ല അവന് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് കാണിച്ചു കൊടുക്കുന്നത്. സോ യെസ്, ഇതൊരു ടിപ്പാണ് കേട്ടോ. ഇങ്ങനത്തെ ടോയ്സ് സ്ക്രീൻ ടൈം ഒഴിവാക്കാൻ സഹായിക്കും. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. സീ യു നെക്സ്റ്റ് വീഡിയോ.